ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡയറക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞായിരുന്നു അല്ലേ. എന്താണ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, പിന്നെ വുമൺ ഡയറക്ടർ എന്താണ്, സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സ് എന്താണ്, എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, ഡിൻ നമ്പറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഡയറക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. പക്ഷേ അവിടെ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. കാരണം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന രീതി. ഓക്കെ, സോ ഇവിടെ സെക്ഷൻ 149 പ്രകാരം, കമ്പനീസ് ആക്ടിനകത്ത് വരുന്ന സെക്ഷൻ 149 പ്രകാരം കുറേ അധികം കാര്യങ്ങൾ പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ കുറിച്ചാണ്. സോ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ, എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരാളെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാക്കി ആക്കാൻ പറ്റുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഈ ഒരു പോർഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ദാറ്റ് മീൻസ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ ആയിരിക്കും അല്ലേ. പക്ഷേ കമ്പനിക്കകത്തുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ആണല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞേ. അതായത് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സോ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ പോലും കമ്പനീനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനീനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ആര് തന്നെ ആയിരിക്കും? ആ കമ്പനീസിനകത്തുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ആ ഡയറക്ടേഴ്സിന് ഷെയർസ് ഉണ്ടാവണം എന്ന് പോലും നിർബന്ധമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. സോ ഇവിടെ പറയുന്നത് എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ, കമ്പനിയുമായിട്ടും അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സുമായിട്ടും അല്ലെങ്കിൽ കമ്പനിയുടെ അസോസിയേറ്റ്സ് ആയിട്ടോ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായിട്ടോ യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള കണക്ഷൻ ഇല്ലാത്ത വ്യക്തികളെയാണ് നമ്മൾ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണേ? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഓക്കെ, ആ കമ്പനിക്കകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് നിർബന്ധമായിട്ടും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അല്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സോ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ കമ്പനിയുടെ സബ്സിഡറി ആയിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ അസോസിയേറ്റ് ആയിട്ടൊന്നും യാതൊരു കാരണവശാലും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ പാടില്ല. മനസ്സിലായി? സോ ആസ് പെർ സെക്ഷൻ 149 നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, ഒരു കമ്പനിയുടെ ബോർഡിനകത്ത് എത്ര ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം? നമ്പർ 1, ഓക്കെ, എന്തൊക്കെ കണ്ടീഷൻസ് വരുമ്പോഴാണ് ഒരാളെ നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? മനസ്സിലായി? എങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് പറയാൻ പറ്റുന്നത്? ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ടേം ഓഫ് ഓഫീസ് എത്രയാണ്, എത്ര നാളാണ്, അങ്ങനെ ഫുള്ളായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ അധികം തവണ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്ക് കമ്പനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ആ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരാളെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണേ? നോക്കാം ഓരോന്നായിട്ട്. ദ ഫസ്റ്റ് വൺ, നോക്കി, എ ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ അവരുടെ ഒരു ലീഗൽ റിക്വയർമെന്റ് പറയുന്നുണ്ട്. ആസ് പെർ സെക്ഷൻ 149 സബ്സെക്ഷൻ 4 പ്രകാരം ഒരു ലീഗൽ റിക്വയർമെന്റ് ആണ് പറയുന്നത്. മിനിമം ഇത്രയും ആൾക്കാരെങ്കിലും ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് എന്തായിട്ടുണ്ടാവണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവണം. സോ ഇവിടെ നോക്കിയേ, ദ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, അതായത് മോർ ദാൻ 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണോ അതിന്റെ 1/3 കൂടുതൽ എന്തായിരിക്കണം? 1/3 അതിലധികമോ എന്തായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഇവിടെ എനി ഫ്രാക്ഷൻ റൗണ്ടഡ് ഓഫ് ആസ് 1. മനസ്സിലായി? അതായത് 1/3 കാണുന്ന നേരത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്രാക്ഷൻ കയറി വരികയാണെങ്കിൽ ആ ഫ്രാക്ഷനെ റൗണ്ട് ചെയ്യണം, ഒന്നായിട്ട് റൗണ്ട് ചെയ്യണം. ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കി കണ്ടോ, 10 ഡയറക്ടേഴ്സ് ഉണ്ട് ഒരു കമ്പനിക്കകത്ത്. അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 3 വരും. സോ അതിനെ റൗണ്ട് ഓഫ് ചെയ്യണം, അടുത്ത ഒന്നിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. സോ 10 ഡയറക്ടേഴ്സ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അവിടെ മിനിമം 4 ഡയറക്ടേഴ്സ് എങ്കിലും എന്തായിരിക്കണം? Independent directors ആയിരിക്കണം. That means, okay, in case the board contains a total 10 directors in the company is required to appoint 4 independent directors. 4 പേരെ independent directors ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. കാരണം എന്താ? ഈ പറഞ്ഞതുപോലെ 10 into 1/3 3 point something വരും. അതൊരു ഫ്രാക്ഷൻ ആണ്. അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 4 എന്നുള്ള രീതിയിലോട്ടാക്കാം. സോ ദ ബേസിക് കണ്ടീഷൻ സെക്ഷൻ 149 സബ്സെക്ഷൻ 4 പ്രകാരം കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനകത്ത് 1/3 അധികമുള്ള ആൾക്കാരെങ്കിലും എന്തായിട്ടായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഇത് മാത്രമല്ല അടുത്ത കണ്ടീഷൻ പറയുന്നത്, നോക്കി, ദ സെൻട്രൽ ഗവൺമെന്റ് മേ പ്രിസ്ക്രൈബ് ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് എനി ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് പബ്ലിക് കമ്പനീസ്. ഇവിടെ ഒരു റൂളും കൂടെ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് റൂൾ 4 പ്രൊവൈഡ്സ് ദാറ്റ് ദ ഫോളോയിങ് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് കമ്പനീസ് ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 2 directors ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അതായത് റൂൾ 4 നമ്മളോട് മെൻഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒക്കെയാ 1/3 വേണം. ഇവിടെ പറയുന്നത് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ഓക്കെ, ഈ ക്രൈറ്റീരിയാസിനകത്ത് കയറി വരുന്ന കമ്പനീസ് ആണെങ്കിൽ അവിടെ മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും എന്തായിട്ട് അപ്പോയിന്റ് ചെയ്തേ പറ്റൂ? ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തേ പറ്റൂ.
മനസ്സിലായല്ലോ. സോ ആസ് പെർ റൂൾ നമ്പർ 4 ഒരു കമ്പനിയിൽ ഈ പറയുന്ന 3 ക്രൈറ്റീരിയക്കകത്ത് ഏതെങ്കിലും ഒന്ന് കയറി വരുന്ന കമ്പനിയാണെങ്കിൽ അവിടെ മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും എന്തായിട്ട് അപ്പോയിന്റ് ചെയ്തേ പറ്റൂ, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തേ പറ്റൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ പബ്ലിക് കമ്പനീസ് ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 crore or more, 10 കോടി രൂപയ്ക്ക് മുകളിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ ദ പബ്ലിക് കമ്പനി ഹാവിംഗ് ടേൺ ഓവർ ഓഫ് 100 crores or more, 100 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടാവുക. അതല്ലെങ്കിൽ ദ പബ്ലിക് കമ്പനി വിച്ച് ഹാവ് ഇൻ അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റ്സ് എക്സീഡ് 50 crore, 50 കോടി രൂപയ്ക്ക് മുകളിൽ എന്തുണ്ടാവുക, ഈ പറയുന്ന പോലെ ഒരു ഡെപ്റ്റ് ഉണ്ടാവുക, ഒരു ബാധ്യത ഉണ്ടാവുക. സോ ഇങ്ങനെ കയറി വരുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ ഈ 3 ഏതെങ്കിലും കയറി വരുന്ന ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്തുള്ള ഒരു 2 പേരെങ്കിലും എന്തായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കണം, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നു ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. ആരൊക്കെയാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്നുള്ള കാര്യം നമുക്ക് വഴിയേ പറയാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഓക്കെ, ആസ് പെർ സെക്ഷൻ 149 subsection 5 provides that every listed company existing on before the commencement of this act shall comply with the provision of appointing independent director within 1 year from the commencement of this act. നമ്മൾ എല്ലാ ആക്ടിനകത്തും പറയുന്ന ഒരു കാര്യമാണ് ട്രാൻസിഷണൽ പ്രൊവിഷൻ, അല്ലെ? അതായത് ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് കമ്പനീസ് ആക്ട് 1956 പ്രകാരമുള്ള കമ്പനീസ് ആക്ടിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വന്നാൽ വിത്തിൻ 1 year ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിനകത്തുള്ള കാര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് നടന്നിരിക്കണം. മനസ്സിലായി? അതായത് പഴയ കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം വരുന്നതിന് മുമ്പ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ നമ്പേഴ്സിനെ കുറിച്ചോ ഒക്കെ വേറെ രീതിയിലായിരിക്കാം പ്രതിപാദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനൊരു ആക്ട് നിലവിൽ വന്നതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ എല്ലാ കമ്പനീസും, ഈ പറയുന്ന റിക്വയർമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എല്ലാ കമ്പനീസും 1 വർഷത്തിനുള്ളിൽ ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഈ ആക്ടിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം. ഇറ്റ്സ് കോൾഡ് ട്രാൻസിഷണൽ പ്രൊവിഷൻ. ഓക്കെ, സോ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഈ പറയുന്നത് പോലെ 1/3 എങ്കിലും വേണം, ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 3 ക്രൈറ്റീരിയാസ് പറഞ്ഞു. അങ്ങനെ കയറി വരികയാണെങ്കിൽ ആസ് പെർ റൂൾ നമ്പർ 4 മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. പിന്നെ ഇതേപോലെ തന്നെ ഈ ആക്ട് നിലവിൽ വന്ന് 1 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് നടന്നിരിക്കണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ and the important one, okay, the term independent director is defined as under section 149 subsection 6. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് എല്ലാത്തിനകത്തും നമ്മൾ പറഞ്ഞത് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ്, അല്ലെ? ഇത്രയും വേണമെന്നൊക്കെ. എന്തൊക്കെയാണ് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് വരുന്ന ക്രൈറ്റീരിയാസ്, ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങൾ കേൾക്കുക. കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിനാണ് ആദ്യമേ ബേസ് ആയിട്ടൊരു കാര്യം പറഞ്ഞത്, കമ്പനിയുമായിട്ട് യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇവിടെ നോക്കി, ദ ഫസ്റ്റ് വൺ, ഹു ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ ബോർഡ് ഈസ് എ പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി, പോസസ് റിലവന്റ് എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ്. ഒരു പേഴ്സണൽ ഇന്റഗ്രിറ്റിയും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരാളെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. And the second criteria, okay, he shall not be a promoter of the company or its holding, subsidiary and associate company. അതായത് നമ്മുടെ കമ്പനിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ സബ്സിഡിയറി കമ്പനിയുടെയോ അസോസിയേറ്റഡ് കമ്പനിയുടെയോ ആരായിരിക്കാൻ പാടില്ല, പ്രൊമോട്ടർ ആയിരിക്കാൻ പാടില്ല. മനസ്സിലായോ? നമ്മുടെ കമ്പനിയിൽ നിന്ന് മാത്രമല്ല പറയണേ, കമ്പനിയുടെ സബ്സിഡിയറി ആണെങ്കിലും അസോസിയേറ്റ് ആണെങ്കിലും ഹോൾഡിംഗ് കമ്പനി ആണെങ്കിലും അവരുടെയും എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തായിട്ട് വർക്ക് ചെയ്ത ആളാവും പാടില്ല, പ്രൊമോട്ടർ ആയിരിക്കരുത്. അങ്ങനെ പ്രൊമോട്ടർ ആണെങ്കിൽ അങ്ങേരെ ഇവിടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. And the third one, he shall not be related to the promoters or directors in the company, its holding, subsidiary and associate company. അതായത് പ്രൊമോട്ടർ ആയിരിക്കരുത് എന്ന് മാത്രമല്ല പറയണേ, പ്രൊമോട്ടറുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഉണ്ടാവാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായി? ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊമോട്ടറാണ് ഞാൻ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും എ ലിമിറ്റഡിന്റെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പാടില്ല. ഓക്കെ, ഇനി ഞാൻ എ ലിമിറ്റഡിന്റെ പ്രൊമോട്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ റിലേറ്റീവ്സിന്, ദാറ്റ് മീൻസ് എന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്കും എ ലിമിറ്റഡിന്റെ എന്താവാനും പാടില്ല, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാനും പാടില്ല. സോ ഫസ്റ്റ് പോയിന്റ്, ഒരു പേഴ്സണൽ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 2, കമ്പനിയുടെയോ അസോസിയേറ്റഡിന്റെയോ സബ്സിഡിയറിയുടെയോ ഹോൾഡിങ്ങിന്റെയോ പ്രൊമോട്ടർ ആയിരിക്കരുത്. ആൻഡ് ദ തേർഡ് വൺ, അങ്ങനെയുള്ള പ്രൊമോട്ടറുടെ റിലേറ്റീവ് ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് ആ പ്രൊമോട്ടറുമായിട്ട് ഒരു ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാനും പാടില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ഇമ്പോർട്ടൻറ്റ് വൺ, none of
ഓക്കെ, ദ ഫോർത്ത് വൺ, ഹി ഷാൾ നോട്ട് ഹാവ് എനി പെക്യൂനറി റിലേഷൻഷിപ്പ് അതർ ദാൻ റെമ്യൂണറേഷൻ. ഇവിടെ ഒരു ടേം യൂസ് ചെയ്യുന്നത് പെക്യൂനറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടേമാണ്. ദാറ്റ് മീൻസ് ഇവർ തമ്മിലൊരു മോണിറ്ററി എന്തുണ്ടാവാൻ പാടില്ല, റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ കോസ്റ്റ് പ്രകാരമോ ഫിനാൻസ് പ്രകാരമോ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോണിറ്ററി റിലേഷൻഷിപ്പ് ആരുമായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു വ്യക്തിക്ക്, ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും കമ്പനിക്കും തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു പെക്യൂനറി റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. നോക്കി, remuneration as such a director, that means other than remuneration as such a director or having transaction not exceeding 10% of his total income. അതായത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം. മനസ്സിലായോ? എങ്ങനെയാ? ഇപ്പം ഞാൻ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഒരു പെക്യൂനറി റിലേഷൻഷിപ്പ് ഉണ്ട്. ആ പെക്യൂനറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ എൻ്റെ റെമ്യൂണറേഷനാണ്, അല്ലേ? ഇപ്പം ഞാൻ ആ കമ്പനിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയിൽ നിന്ന് എനിക്കൊരു റെമ്യൂണറേഷൻ കിട്ടും. സോ അങ്ങനെയുള്ള റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഒരു പെക്യൂനറി റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് ഈ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ളതൊന്നല്ല. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഈ പറയുന്ന സാലറി ഒഴികെ അല്ലെങ്കിൽ ആ റെമ്യൂണറേഷൻ ഒഴികെ വേറെ യാതൊരു തരത്തിലുള്ള എന്തും ഉണ്ടാവാൻ പാടില്ല, ഒരു പെക്യൂനറി റിലേഷൻഷിപ്പ് ഉണ്ടാവാനും പാടില്ല. ഇവിടെ ഒരു എക്സെപ്ഷനും കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നോക്കി, or having transaction not exceeding 10% of his total income. ടോട്ടൽ ഇൻകത്തിൻ്റെ 10%-നേക്കാൾ കൂടരുത് ഈ പറഞ്ഞിരിക്കുന്ന പെക്യൂനറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ. മനസ്സിലായി? ടോട്ടൽ ഇൻകത്തിൻ്റെ 10%-നേക്കാൾ കൂടരുത് ഈ കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ വാല്യൂ. അത് കമ്പനിയായിട്ട് മാത്രമല്ല പറയണേ, വിത്ത് കമ്പനി, ഇറ്റ്സ് ഹോൾഡിംഗ്, സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനി ഓർ ദെയർ പ്രൊമോട്ടേഴ്സ്. ഓക്കെ, കമ്പനിയായിട്ടോ അവരുടെ അസോസിയേറ്റ് ആയിട്ടോ സബ്സിഡിയറി ആയിട്ടോ മാത്രമല്ല, ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിട്ടോ എപ്പോഴാ? ഡ്യൂറിങ് 2 ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഓർ ഡ്യൂറിങ് ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. ആജീവനാന്തം എന്നല്ല പറയണേ. ഓക്കെ, കഴിഞ്ഞ 3 വർഷങ്ങളിൽ, അതായത് ഈ വർഷം കൂടെ കൂട്ടിയിട്ട് ഈ വർഷം കൂടെ കൂട്ടിയിട്ട് 3 വർഷങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു പെക്യൂനറി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ആ കമ്പനിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ആദ്യത്തെ പറഞ്ഞത് ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി വേണം, ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വേണം, 2 കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, ആൻഡ് 3-മത്തെ പറഞ്ഞത് പ്രൊമോട്ടറിൻ്റെ റിലേറ്റീവ് ആവാൻ പാടില്ല, 4-മത്തെ പറഞ്ഞത് ഒരു കാരണവശാലും ഒരു പെക്യൂനറി റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. അവിടെ 2 എക്സെപ്ഷൻ ആണ് പറഞ്ഞത്. ആദ്യത്തെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്ടറായിട്ട് ഇരിക്കുന്നതിൻ്റെ റെമ്യൂണറേഷനാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആ കമ്പനിയുമായിട്ടോ സബ്സിഡിയറി ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടോ ഹോൾഡിംഗ് ആയിട്ടോ പ്രൊമോട്ടറായിട്ടോ ഡയറക്ടറായിട്ടോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു പെക്യൂനറി റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ 10%-നേക്കാൾ മുകളിലല്ലെങ്കിൽ അത് എത്ര വർഷം? ഈ കറണ്ട് ഇയറിനും ഇതിന് തൊട്ട് മുമ്പുള്ള 2 ഫിനാൻഷ്യൽ ഇയറും കൂടെ ചേർത്തിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ആ 3 വർഷത്തിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന 10%-ന് മുകളിലുണ്ടെങ്കിൽ, ഓക്കെ, അവിടെയും എനിക്ക് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല, ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. അത് ആ 2 എക്സെപ്ഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ക്രൈറ്റീരിയാസ് തീർന്നിട്ടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഓക്കെ, നൺ ഓഫ് ഹൂസ് റിലേറ്റീവ്സ് ഈസ് ഹോൾഡിംഗ് എനി സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി, ഇറ്റ്സ് ഹോൾഡിംഗ്, സബ്സിഡിയറി, അസോസിയേറ്റഡ് കമ്പനി അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് 2 ഫിനാൻഷ്യൽ ഇയർ ഓർ ദ കറന്റ് ഫിനാൻഷ്യൽ ഇയർ. അതായത് ഈ വർഷമോ ഇതിന് തൊട്ട് മുമ്പുള്ള 2 വർഷമോ എൻ്റെ ഒരു റിലേറ്റീവ്സിനും എന്തുണ്ടാവാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഇൻട്രസ്റ്റും ഉണ്ടാവാൻ പാടില്ല. കമ്പനിയുമായിട്ടോ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയായിട്ടോ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയായിട്ടോ കമ്പനിയുടെ അസോസിയേറ്റഡ് കമ്പനിയായിട്ടോ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ഇൻട്രസ്റ്റും ഉണ്ടാവാൻ പാടില്ല. സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് ഉണ്ടാവാനും പാടില്ല. മനസ്സിലായി? എൻ്റെ അല്ല പറയണേ, എൻ്റെ യാതൊരു കാരണവശാലും എൻ്റെ ഒരു റിലേറ്റീവ്സിനും ഈ പറയുന്നത് പോലെ കമ്പനിയുടെയോ സബ്സിഡിയറിയുടെയോ അസോസിയേറ്റഡിൻ്റെയോ ഹോൾഡിങ്ങിൻ്റെയോ എന്തുണ്ടാവാൻ പാടില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവാൻ പാടില്ല. അതിനകത്തും നമ്മളോടൊരു എക്സംഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഹൗവർ ദ റിലേറ്റീവ് മേ ഹോൾഡ് സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി, ഓക്കെ, എക്സംഷൻ ആണ് പറയണേ, ഓഫ് ഫേസ് വാല്യൂ നോട്ട് എക്സീഡിംഗ് ₹50 lakhs. അതായത് ഇൻട്രസ്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവാം, അത് എത്രയും കൂടുതൽ പോകരുത്, 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകരുത്, ഓർ 2% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. മനസ്സിലായി? അതായത് കമ്പനിയുടെ ആണെങ്കിലും സബ്സിഡിയറി ആണെങ്കിലും അസോസിയേറ്റഡ് ആണെങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് മുകളിൽ പോകരുത്, അതല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ എത്രയാണോ അതിൻ്റെ 2% മുകളിൽ പോകരുത്. മനസ്സിലായോ? സോ നേരത്തെ പറഞ്ഞ പോയിന്റിന് പോലെ തന്നെ ഇവിടെയും ഒരു എക്സംഷൻ ആണ് നമ്മളോട് പറയണേ. എന്താ? ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ റിലേറ്റീവ്സിന് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അസോസിയേറ്റ് ആയിട്ടോ സബ്സിഡിയറി ആയിട്ടോ ഹോൾഡിംഗ് ആയിട്ടോ യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. എപ്പോഴൊക്കെയാണ്? ഈ വർഷവും ഇതിനു മുമ്പുള്ള 2 വർഷവും. അവിടെ ഒരു എക്സംഷൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉണ്ടാവാം. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഫേസ് വാല്യൂ 50 ലക്ഷം രൂപ വരെ അങ്ങനെ ഉണ്ടാവാം, അതല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 2% വരെ അങ്ങനെ ഉണ്ടാവും. അതിന്
മുകളിൽ പോയാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് കരുതുകയും ആ വ്യക്തിയെ ആ റിലേഷൻഷിപ്പ് ഉള്ള ആ വ്യക്തിയെ ഓക്കെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉള്ള ആ വ്യക്തിനെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാനും പാടില്ല, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്യാനും പാടില്ല. ഓക്കെ, തീർന്നിട്ടില്ല. അടുത്തത് നെക്സ്റ്റ് വൺ. None of whose relatives is indebted to the company, its holding, subsidiary or associate or their promoters or directors in excess of such amount as may be prescribed. 50 lakhs ആണ് at any time during the immediately preceding 2 financial year or the current financial year. Okay, and the next one, അടുത്ത കണ്ടീഷൻസ് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു കാരണവശാലും ഈ പറയുന്ന എനിക്കോ എൻ്റെ റിലേറ്റീവ്സിനോ കമ്പനിയുമായിട്ടൊരു കടബാധ്യത ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി? അവിടെയും ഒരു എക്സംഷൻ പറയുന്നത് അവിടെ കമ്പനിയായിട്ട് മാത്രമല്ല, കമ്പനിയുടെ ഹോൾഡിങ്ങോ സബ്സിഡിയറിയോ അസോസിയേറ്റോ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സോ കമ്പനിയുടെ ഡയറക്ടേഴ്സായിട്ടോ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് എന്നോടൊരു കടബാധ്യത ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഏതിനേക്കാൾ കൂടുതൽ 50 ലക്ഷത്തിനേക്കാൾ കൂടുതൽ. സോ ഇതും ഒരു ക്രൈറ്റീരിയ ആണ് വിത്ത് എക്സംഷൻ. ക്രൈറ്റീരിയ പറയുന്നത് ഈ കമ്പനിക്കോ അസോസിയേറ്റിനോ ഹോൾഡിങ്ങിനോ അല്ലെങ്കിൽ അതിലെ ഡയറക്ടർക്കോ പ്രൊമോട്ടർക്കോ ഈ പറയുന്ന വ്യക്തിയുമായിട്ടൊരു കടബാധ്യത ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി അതിനകത്ത് എക്സംഷൻ പറയുന്നത് അങ്ങനെ ഉണ്ടാവുന്നത് 50 ലക്ഷം രൂപ വരെയാണെങ്കിൽ കുഴപ്പമില്ല. അതിന് മുകളിൽ പോയാൽ മാത്രമേ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ റിലേറ്റീവ്സ് ഉള്ള ആ വ്യക്തിയെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ, ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, നൺ ഓഫ് ഹൂസ് റിലേറ്റീവ്സ് ഹാസ് ഗിവൺ എ ഗ്യാരണ്ടി or provided any security in connection with the indebtedness of any third person. ഓക്കെ, ഇവിടെ പറയുന്നത് അതേ കാര്യം തന്നെയാണ്. അതായത് കഴിഞ്ഞ 3 വർഷങ്ങളിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കമ്പനി ഡയറക്റ്റായിട്ട് ഈ വ്യക്തിക്കല്ല കടം കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ പൈസ കൊടുക്കാനുള്ളത് ഈ വ്യക്തിക്കല്ല. പക്ഷേ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഏതെങ്കിലും റിലേറ്റീവ് ആ കൊടുത്ത വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്യാരണ്ടി നിൽക്കുകയാണ്. മനസ്സിലായി? ഇപ്പം മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കമ്പനി ഒരു 55 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഓക്കെ, അതിപ്പോൾ ഡിബഞ്ചറായിട്ടോ ലോണായിട്ടോ എന്താണെങ്കിലും ആവാം. കമ്പനി അങ്ങേരായിട്ടോ ഒരു കടബാധ്യതയുണ്ട്, അതൊരു 50 ലക്ഷത്തിന് മുകളിൽ ഒരു 55 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങേരെ എൻ്റെ റിലേറ്റീവ്സ് ഒന്നുമല്ല, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സും അവരും തമ്മിൽ ഡയറക്റ്റായിട്ട് കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ ഓക്കെ, ആ ഗ്യാരണ്ടി നിൽക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് കമ്പനിയുടെ എന്താവാൻ പാടില്ല, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആവാൻ പാടില്ല. മനസ്സിലായി? ഇപ്പോൾ നിങ്ങളാണെന്ന് വിചാരിക്കുക, എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഞാൻ നിങ്ങളെ വിളിച്ച് പറയുകയാണ്, ഓക്കെ നിങ്ങളൊരു 55 ലക്ഷം രൂപ ആർക്ക് കൊടുക്കുക, ആ കമ്പനിക്ക് കൊടുക്കുക. മനസ്സിലായി? സോ നോക്കി, അവിടെ കമ്പനിയും നിങ്ങളും തമ്മിലാണ് കടബാധ്യത. പക്ഷേ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്നത് ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ആണ്. ആ ഒറ്റ കാരണം കൊണ്ട് എനിക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈ കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്നെ കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. The next one, none of whose relatives has any pecuniary transaction or relationship with the company or its holding or its subsidiary or its associated company amounting to 2% or more of its gross turnover or total income singly or in combination with the transaction related to relatives. അതായത് ഈ പറഞ്ഞതുപോലെ കമ്പനിയുടെ ഗ്രോസ് ടേൺ ഓവറിൻ്റെ 2% മുകളിൽ ആവരുത്. എന്ത് ഈ പറഞ്ഞിരിക്കുന്ന റിലേറ്റീവ്സും എൻ്റെ റിലേറ്റീവ്സും കമ്പനിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 2% കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഇവിടെയും പറയുന്നത് ഒരു പെക്യൂണറി റിലേഷൻഷിപ്പാണ് അല്ലേ. അതായത് മോണിറ്ററി വാല്യൂവിനകത്ത് അളക്കാൻ പറ്റുന്ന ഒരു പെക്യൂണറി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ അല്ലെങ്കിൽ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന നേരത്ത് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 2%-നേക്കാൾ മുകളിലുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു റിലേറ്റീവ് എനിക്ക് ഉള്ളത് കൊണ്ട് എന്നെ കമ്പനിയുടെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്കോ എൻ്റെ റിലേറ്റീവ്സിനും അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് കമ്പനിയുടെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല, എന്തായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഒരു കാരണവശാലും ഒരാൾക്ക് പോലും കമ്പനിയുടെ എന്തായിട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് നിൽക്കാൻ പാടില്ല എന്ന് തോന്നും. പക്ഷെ ഇത്രയും റൂളാണ്, കഴിഞ്ഞിട്ടില്ല. അടുത്തത് ഓക്കെ, നൈദർ ഹിംസെൽഫ് ഓർ എനി ഓഫ് ഹിസ് റിലേറ്റീവ്സ് എന്തൊക്കെയാ ഹോൾഡ് ഓർ ഹാസ് ഹെൽഡ് പൊസിഷൻ ഓഫ് കീ മാനേജറിയൽ പേഴ്സൺ ഓർ ഹാസ് ബീൻ എംപ്ലോയി ഓഫ് ദ കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് സബ്സിഡിയറി ഓർ അസോസിയേറ്റഡ് കമ്പനി ഇൻ എനി ഓഫ് ദ 3 ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഹി ഈസ് പ്രൊപ്പോസസ് ടു ബി അപ്പോയിന്റഡ്. ഞാനോ എൻ്റെ റിലേറ്റീവ്സോ ആരെങ്കിലോ കമ്പനിയുടെ എംപ്ലോയീസോ അല്ലെങ്കിൽ കമ്പനിയുടെ കീ മാനേജറിയൽ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരോ ആവാൻ പാടില്ല. മനസ്സിലായി? ഓക്കെ, ഏതൊക്കെയാണ് കമ്പനിയുടെ ആണെങ്കിലും കമ്പനിയുടെ അസോസിയേറ്റ് ആണെങ്കിലും സബ്സിഡിയറി ആണെങ്കിലും ഹോൾഡിംഗ് ആണെങ്കിലും എനിക്ക് ആ കമ്പനിയുടെ ഒരു കീ മാനേജറിയൽ പൊസിഷനിലോ അല്ലെങ്കിൽ കമ്പനിയുടെ എംപ്ലോയി ആയിട്ടോ വർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അവിടെയും പറയുന്നത് ഒരു 3 വർഷത്തെ ടേമാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ആവാൻ പാടില്ല. ആ 3 വർഷത്തിന് മുമ്പാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാം.
Okay, and the next one, hold together with his relative 2% or more of the total voting power of the company. എനിക്കും എൻ്റെ റിലേറ്റീവ്സിന് എല്ലാവർക്കും കൂടിയിട്ട് ആ കമ്പനിയുടെ ടോട്ടൽ വോട്ടിംഗ് ഷെയറിനകത്ത് 2% കൂടുതലുണ്ടെങ്കിൽ ഞാൻ ആ കമ്പനിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്നെ കമ്പനിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ is a chief executive or a director or chief executive or a director of any non-profit organization. ഇവിടെ നോക്കി കണക്ഷൻ വരുന്നത് വേറൊരു രീതിക്കാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ്. ഓക്കെ, ആൻഡ് that receive 25% or more of its receipts from the company. ആ പറഞ്ഞിരിക്കുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ടോട്ടൽ അവർക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ 25% കൂടുതൽ കിട്ടുന്നത് ആ കമ്പനിയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ any of its promoters, director or its holding subsidiary or associate company or that hold 2% or more of the voting power of the company. മനസ്സിലായി? അതായത് ഇവിടെ കണക്ഷൻ വരുന്നത് ഞാനും കമ്പനിയും തമ്മിലല്ല, ഞാനും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലാണ്. ഓക്കെ, എന്നിട്ട് കണക്ഷൻ പറയുന്നത് കമ്പനിയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലാണ്. ദാറ്റ് മീൻസ് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഓക്കെ, ഡോക്ടർ APJ എഡ്യൂകെയർ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. ഞാൻ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഈ ഞാനും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലല്ലോ ഇനി പറയാൻ പോണേ, ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയാൻ പോണേ. ദാറ്റ് മീൻസ് രണ്ട് കാര്യങ്ങളാണ്. അതായത് ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലോട്ട് വരുന്ന ടോട്ടൽ റെസിപ്റ്റിൻ്റെ 25% കൂടുതൽ ഈ പറയുന്ന കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ അസോസിയേറ്റിൽ നിന്നോ അല്ലെങ്കിൽ സബ്സിഡറിയിൽ നിന്നോ ഹോൾഡിങ്ങിൽ നിന്നോ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൽ നിന്നോ ഡയറക്ടേഴ്സിൽ നിന്നൊക്കെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ഞാനായതുകൊണ്ട് എനിക്ക് കമ്പനിയുടെ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് കമ്പനിയുടെ എന്തായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ, ഈ പറയുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കമ്പനിയുടെ 2%-നേക്കാൾ മുകളിൽ വോട്ടിംഗ് ഷെയർ ഉണ്ടെങ്കിൽ, വോട്ടിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവിടെയും എനിക്ക് എന്തായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്. 1-2 തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാം ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും, കാരണം തീർന്നിട്ടില്ല. അടുത്തത് നെക്സ്റ്റ് ക്രൈറ്റീരിയ. Okay, neither himself nor any of his relative is or has been an employee or proprietor or a partner in any of the 3 financial immediately preceding the financial year in which he is proposes to be appointed. ഓക്കെ, കഴിഞ്ഞ 3 വർഷങ്ങളിൽ അങ്ങേര് എന്താവാൻ പാടില്ല, എംപ്ലോയിയോ പ്രൊപ്രൈറ്ററോ പാർട്ട്ണറോ ആവാൻ പാടില്ല. ഏതിൻ്റെ? ഫസ്റ്റ് വൺ, എ ഫേം ഓഫ് ഓഡിറ്റേഴ്സ് or company secretaries in practice or cost auditors of the company or its holding subsidiary or associated company. അതായത് കമ്പനിയുടെ CA ഫേമായിട്ടോ CS-ൻ്റെ ഫേമായിട്ടോ CMA-യുടെ ഫേമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേമിൻ്റെ എംപ്ലോയിയോ ഡയറക്ടറോ പാർട്ട്ണറോ ഒന്നും ആവാൻ പാടില്ല. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു A ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ കോസ്റ്റ് ഓഡിറ്റിംഗ് ചെയ്യുന്നത് TP അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ്സ് ആണ്. അതിലെ പ്രൊമോട്ടർ ഞാനാണ്, അല്ലെങ്കിൽ അതിലെ പാർട്ണർ ഞാനാണ്, അല്ലെങ്കിൽ അതിലൊരു എംപ്ലോയി ഞാനാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ആ കമ്പനിയുടെ എന്തായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എനി ലീഗൽ ഓർ എ കൺസൾട്ടിംഗ് ഫേം ദാറ്റ് ഹാസ് or had any transaction with the company, its holding, subsidiary or associated company amounting to 10% or more of the gross turnover of such firm. അതായത് ഒരു ലീഗൽ ഫേം ആണ്, ആ ലീഗൽ ഫേമിൻ്റെ ടേൺ ഓവറിൻ്റെ 10%-നേക്കാൾ കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിയിൽ നിന്ന് മാത്രമാണ് പറഞ്ഞത്. ആ ലീഗൽ ഫേമിൻ്റെ എംപ്ലോയിയോ പ്രൊമോട്ടറോ എക്സിക്യൂട്ടീവോ ആണ് ഞാനെങ്കിൽ, ഓക്കെ, അതായത് ആദ്യത്തേനകത്ത് CAയോ CMAയോ CSO ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു 10% ടേൺ ഓവറിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞില്ല. നേരെ തിരിച്ച് ഒരു ലീഗൽ ഫേമിലോട്ട് വരുന്ന നേരത്ത് ആ ലീഗൽ ഫേമിൻ്റെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 10%-നേക്കാൾ മുകളിൽ ആ കമ്പനിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ആ കമ്പനിയും അല്ലെങ്കിൽ ആ ലീഗൽ കൺസൾട്ടൻസിയിൽ ഞാനൊരു ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു എംപ്ലോയി ആയിട്ടോ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാനും ആ കമ്പനി നമ്മൾ അല്ലെങ്കിൽ എനിക്ക് ആ കമ്പനിയിൽ എന്തായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒരാളെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നോക്കുന്ന ക്രൈറ്റീരിയാസ്. കേട്ടോ, ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി വരും. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചധികം കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. കേട്ടോ, സോ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ബാക്കിയുള്ള ക്രൈറ്റീരിയാസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, ഓക്കെ, സബ്മിഷൻ ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, സെക്ഷൻ 149 സബ്സെക്ഷൻ 7.
അതായത് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എവറി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഷാൾ ഗീവ് എ ഡിക്ലറേഷൻ ദാറ്റ് he meets the criteria of independence as provided in subsection 149 subsection 6. Such declaration shall be given. അതായത് ഞാൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ എന്നെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി, ഞാൻ ആ കമ്പനിയിലോട്ട് എന്നെ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഈ പറഞ്ഞ സെക്ഷൻ 149 സബ്സെക്ഷൻ 6 പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് എല്ലാം ഓക്കെയാണ്, ഞാൻ ഇങ്ങനെ കമ്പനിയായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുക്കണം. ആർക്കാ? ഓക്കെ, അറ്റ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഇൻ വിച്ച് ഹി പാർട്ടിസിപ്പേറ്റ്സ് ആസ് എ ഡയറക്ടർ. ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മീറ്റിംഗിൽ ഞാൻ അങ്ങനെ ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുക്കണം. നമ്പർ 1. നമ്പർ 2, അറ്റ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഇൻ എവറി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, എല്ലാ ഫിനാൻഷ്യൽ ഇയറിന്റെയും ആദ്യത്തെ ബോർഡ് മീറ്റിംഗിനകത്ത് ഞാൻ ആ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് തേർഡ് വൺ, whenever there is any change in the circumstances which may affect the status as an independent director. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്രയും ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കാം. സോ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ചേഞ്ച് ആവുന്ന നേരത്തും ഞാൻ അങ്ങനെ ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുക്കണം. മനസ്സിലായോ? സോ 149(6) ആണ് ഇമ്പോർട്ടൻസ്. ആ 6ഉമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയണേ, ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഇന്ന ക്രൈറ്റീരിയാസിനകത്തൊന്നും പെടുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ആസ് പെർ സെക്ഷൻ 149 സബ്സെക്ഷൻ 6(7) പ്രകാരം ഈ പറയുന്ന മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്തത് നോ സ്റ്റോക്ക് ഓപ്ഷൻസ് ഫോർ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, സെക്ഷൻ 6 149 സബ്സെക്ഷൻ 9. ഇവിടെ നോക്കിയേ, ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി സ്റ്റോക്ക് ഓപ്ഷൻസ്. ഓക്കെ, ഒരു കാരണവശാലും ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർക്ക് ഒരു സ്റ്റോക്ക് ഓപ്ഷൻസ് കിട്ടാനുള്ള അധികാരമില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ മേ റിസീവ് റെമ്യൂണറേഷൻ ബൈ വേ ഓഫ് സിറ്റിംഗ് ഫീസ്. അതായത് ആകെ കൂടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർക്ക് കിട്ടുന്നത് ഈ റെമ്യൂണറേഷൻ ആണ്, ഈ സിറ്റിംഗ് ഫീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനായിട്ട് നിൽക്കുന്ന വർക്ക് ചെയ്യുന്നതിന്റെ റെമ്യൂണറേഷൻ മാത്രമാണ് കിട്ടാൻ അധികാരമുള്ളത്. ആൻഡ് തേർഡ് വൺ, ദ കമ്പനി മേ റീഇംബേഴ്സ് ടു ദി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ദ എക്സ്പെൻസസ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ മീറ്റിംഗ് ആൻഡ് അതർ മീറ്റിംഗ്സ്. അതായത് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടർക്ക് എത്രയാണോ ചിലവുണ്ടായിരിക്കുന്നത് അത് കമ്പനിക്ക് റീഇംബേഴ്സ് ചെയ്യും. And the next one, an independent director may be paid profit related commission may be approved by the members. അതായത് ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് ഈ പറയുന്ന പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്മീഷൻ കിട്ടാനുള്ള അധികാരം കൂടെ ഉണ്ട്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ, ടേം ഓഫ് ഓഫീസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. അതായത് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ഒരാൾ അപ്പോയിന്റ് ചെയ്താൽ അങ്ങേർക്ക് എത്ര കാലം ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റും, ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് നോക്കേ, ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years. അതായത് അടുപ്പിച്ച് വരുന്ന 5 വർഷങ്ങളിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരാളെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്താൽ അടുത്ത 5 വർഷങ്ങൾക്ക് അങ്ങേർക്ക് ആ ഓഫീസിൽ തുടരാം, ആ ഒരു പൊസിഷനിൽ തുടരാം. പക്ഷേ നോക്കേ, ബട്ട് ഷാൾ ബി എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ്. എന്ത് ചെയ്യാം, ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ ആ 5 വർഷം കഴിഞ്ഞാൽ അങ്ങേരെ എലിജിബിൾ ആണ് അടുത്തൊരു ടേമിലോട്ട് അങ്ങേരെ റീ അപ്പോയിന്റ് ചെയ്യാം. എങ്ങനെയാ? ഓൺ പാസിംഗ് ഓഫ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ബൈ ദ കമ്പനി ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് സച്ച് അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബോർഡ്സ് റിപ്പോർട്ട്. ഓക്കെ, അതായത് ഇന്ന് ഞാൻ ഒരു കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അടുത്ത 5 വർഷങ്ങളിൽ ആ കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം. ആ 5 years എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ടേം. മനസ്സിലായി? ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ഓഫീസ് ടേം എന്ന് പറയുന്നത് ആ ഒരു 5 വർഷമാണ്. ആ 5 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, റീ അപ്പോയിന്റ് ചെയ്യാം. ഈ പറയുന്നത് പോലെ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്, അങ്ങേരെ ഓക്കെയാണ്, അങ്ങേരുടെ പ്രവർത്തനങ്ങൾ കാരണം കമ്പനിക്ക് മെച്ചമാണ്, ഗുണമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു ബോർഡ് റിപ്പോർട്ടിനകത്ത് ഇതിൻ്റെ കാര്യങ്ങൾ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ നമുക്ക് അടുത്ത 5 വർഷത്തിലോട്ട് കൂടെ ചെയ്യാം. സോ ഇവിടെ ഓർക്കേണ്ടത് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ഒരു ടേം എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, ആ ഒരു ടേം കഴിഞ്ഞാൽ അടുത്ത ടേമിലോട്ട് നമുക്ക് റീ അപ്പോയിന്റ് ചെയ്യാം. സോ ഇവിടെ വരുന്നത് ഇങ്ങനെ എത്ര തവണ അങ്ങനെ റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് അടുത്ത സെക്ഷനകത്ത് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് റെസ്ട്രിക്ഷൻസ് ഓൺ ടേംസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, സെക്ഷൻ 149 സബ്സെക്ഷൻ 11. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കേ, നോ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ മോർ ദാൻ 2 terms. അടുപ്പിച്ച് 2 ടേം വരെ ആവാം. മനസ്സിലായി? അതായത് ആദ്യത്തെ 5 വർഷം കഴിഞ്ഞു, അങ്ങേരെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോയിന്റ് ചെയ്യാം, അപ്പോൾ അടുത്ത ടേം ആവും. അങ്ങനെ 2 ടേം വരെ ആരെ അപ്പോയിന്റ് ചെയ്യാം, ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, such independent director shall be eligible for appointment after the expiration of 3 years ceasing become an independent director. അതായത് അങ്ങനെ 2 ടേം കഴിഞ്ഞാൽ പിന്നെ അങ്ങേരെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കൂളിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കയറി വരും. അതൊരു 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞാൽ അങ്ങേരെ വീണ്ടും റീ അപ്പോയിന്റ് ചെയ്യാം.
സോ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓർക്കേണ്ടത് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ഒരു ടേം എന്ന് പറയുന്ന 5 വർഷമാണ്. ആ 5 വർഷം കഴിഞ്ഞ് റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ അങ്ങനെ വീണ്ടും ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 വർഷം കൂളിംഗ് പീരീഡ് ആണ്. ആ പീരീഡിനകത്ത് ഇങ്ങേർക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞാൽ എഗെയിൻ അങ്ങേരെ എന്ത് ചെയ്യാം, റീ അപ്പോയിന്റ് ചെയ്യാം. മനസ്സിലായെങ്കിൽ അടുത്തത് നെക്സ്റ്റ് വൺ. ഓക്കെ, എക്സംഷൻ ഫ്രം ലയബിലിറ്റി സെക്ഷൻ 149 സബ്സെക്ഷൻ 12 ഒരു നോർമൽ പ്രൊവിഷൻ ആണ്. അതായത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത തെറ്റുകൾക്കൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, അതൊരു കമ്പനിയുടെ കേസിനകത്ത് പറയുമ്പോൾ അത് എടുത്തു പറയും വേണം. കാരണം എന്താ, ഓക്കെ, ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഓർ എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോട്ട് ബീയിങ് എ പ്രൊമോട്ടർ ഓർ എ കീ മാനേജറിയൽ പേഴ്സൺ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരെങ്കിലും ആണെന്ന് വിചാരിക്കുക, ഷാൾ ബി ഹെൽഡ് ലയബിൾ ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ആക്ട്സ് ഓർ ഒമിഷൻ ഓർ കമ്മീഷൻ ബൈ എ കമ്പനി വിച്ച് ഹാഡ് ഒക്കോർഡ് വിത്ത് ഹിസ് നോളേജ് attributable through the board processes and with his concern or convenience or where he had not acted diligently. ദാറ്റ് മീൻസ് അങ്ങേര് സ്വമേധ്യ അല്ലെ അങ്ങേര് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് മാത്രമേ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്താവുള്ളൂ, ഉത്തരവാദിയാവുള്ളൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ നോട്ട് ടു റിട്ടയർ ബൈ റൊട്ടേഷൻ സെക്ഷൻ 149 സബ്സെക്ഷൻ 30. സോ നോക്കിയേ, ഇവിടെ അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിന്റെ സർട്ടൈൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അടുത്ത അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്കത് എടുത്ത് പഠിക്കാനുണ്ട്, എന്താണ് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്, നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് എന്താണെങ്കിൽ. സോ ഇവിടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് അങ്ങനെ റൊട്ടേഷണലി ചെയ്യേണ്ട ഒരു ഡയറക്ടേഴ്സ് അല്ല. അത് റൊട്ടേഷണൽ ഡയറക്ടറും അല്ലെങ്കിൽ നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സും എന്താണെന്ന് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക, ഇപ്പോൾ ഒരു 10 പേരാണ് നമ്മുടെ ഡയറക്ടേഴ്സ് എങ്കിൽ അതിനകത്തൊരു സർട്ടൈൻ പെർസെൻറ്റേജ് ആൾക്കാർ എല്ലാ വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സോ ഇവിടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു റൊട്ടേഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യല്ല. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു റൊട്ടേഷൻ ക്രൈറ്റീരിയ ആർക്ക് ബാധകമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് ബാധകമല്ല. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കമ്പനീസ് ആക്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.